പത്തനംതിട്ട കോട്ടാങ്ങലിൽ കുറുനരിയുടെ ആക്രമണത്തിൽ 6 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ റാന്നി താലൂക്ക് ആശുപത്രിയിലും കോഴഞ്ചേരി ജനറൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇവരെ കടിച്ച കുറുനരിയെ ചത്ത നിലയിൽ കണ്ടെത്തിയെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. നിതിൻ തോമസ് നൽകും കൂടുതൽ വിവരങ്ങൾ. നിതിൻ, എപ്പോഴായിരുന്നു ഈ കുറുനരിയുടെ ആക്രമണം ഉണ്ടായത്? പരിക്കേറ്റവരുടെയൊക്കെ ആരോഗ്യനില എങ്ങനെയാണ്? ഈ കുറുനരിയെ ചത്ത നിലയിൽ കണ്ടെത്തിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ പേവിഷബാധയുണ്ടോ എന്നതടക്കമുള്ള പരിശോധനകളൊക്കെ നടത്തേണ്ടി വരുമല്ലേ? സ്നേഹ, അതെ, ഇന്നായിരുന്നു ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. പത്തനംതിട്ട കോട്ടാങ്ങൽ പഞ്ചായത്തിലെ 11ാം വാർഡിലെ സ്വദേശികൾക്കാണ് കുറുനരിയുടെ ആക്രമണം ഉണ്ടായത്. 6 പേർക്കാണ് ആക്രമണം ഉണ്ടായത്. പരിക്കേറ്റവരിൽ 4 പേര് റാന്നി താലൂക്ക് ആശുപത്രിയിലും 2 പേർ കോഴഞ്ചേരി ആശുപത്രിയിലുമാണ് ചികിത്സ തേടിയത്. എന്നാൽ ഇവിടുത്തെ ഗുരുതര പരിക്കുകളൊന്നുമല്ല ഇവർക്ക്. എന്നാൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് മുഖത്തും കവിളിനും അതുപോലെ പുറത്തുമൊക്കെ കടിയേറ്റിട്ടുണ്ട്. വാക്സിൻ എടുത്ത ശേഷം വീട്ടിലേക്ക് തിരികെ പോകാമെന്നാണ് ഇപ്പോൾ നിലവിൽ അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ആക്രമണം കാട്ടിയ കുറുനരി ചത്ത നിലയിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. ഇനി അതിനെ വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. തുടർന്ന് പോസ്റ്റ്മോർട്ടം നടത്തി ഇത് സംസ്കരിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്കായിരിക്കും വനംവകുപ്പ് കടക്കുക എന്നും അറിയാൻ സാധിക്കുന്നത്. സ്നേഹ. ശരി, പത്തനംതിട്ടയിൽ നിന്ന് നിതിൻ തോമസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.